ഗുഡ് മോർണിംഗ്. എന്താണ് ആർക്കും ഒരു ആവേശമില്ലാത്തത്? എന്താ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്ന തിരക്കില്ല? ഗുഡ് മോർണിംഗ്. താങ്ക് യു, താങ്ക് യു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കി. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിട്ട് ഒരു പാട്ട് പാടാൻ പാടില്ല ഇന്നത്തെ ദിവസം അല്ലെ? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാലിടങ്ങളിൽ മണ്ണുണ്ട്. പാടൂ, പാടൂ, പാടൂ. കേരളം എന്ന് കേട്ടാൽ മിടിക്കണം നമ്മുടെ ഹൃദയം എന്നാണ് കേട്ടത്. അത്രക്ക് മനോഹരമാണ് നമ്മുടെ കേരളം. ഇന്നലെ വന്നൊരു പേഷ്യന്റിനോട് ഞാൻ ചോദിച്ചു, ലോകത്തെ ഏറ്റവും അത്ഭുതമുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചു. സൂര്യനാണോ? സൂര്യനാണോ? ആണോ? ആണോ? ആണെന്നുള്ളതെന്ന് കൈവക്കി. സൂര്യനാണോ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം? ചന്ദ്രനാണോ? ഭൂമിയാണോ? നിങ്ങളെല്ലാരും നിങ്ങളെ തലയേക്ക് നോക്കിയിട്ട് ഈ നിങ്ങളാണോ ഏറ്റവും വലിയ അത്ഭുതം? വെരി ഗുഡ്, വെരി ഗുഡ്. മഞ്ജുവിന് ഒരു പ്രത്യേക ക്ലാപ്പ് കൊടുക്കുക എല്ലാരും. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളാണ്, അല്ലെ ഞാനാണ്, അത് പറയാൻ പറ്റണം. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ നവംബർ 1-ാം തീയതി കേരള പിറവി ദിവസത്തിൽ നമ്മൾ ഇവിടെ ഊർജ്ജസ്വലതയോടെ എനർജിയോടെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്വന്തം ജീവിതത്തിന് ഒരു നന്ദി പറയാം. താങ്ക് യു മൈ ലൈഫ്. ഉറക്കെ പറയൂ, താങ്ക് യു മൈ ലൈഫ്. എന്റെ ജീവിതമേ നന്ദി. നമുക്ക് ഇന്നിതാ നമ്മളെ പൾസ് ഒന്ന് ഫീൽ ചെയ്ത് നോക്ക്. ഫീൽ യുവർ പൾസ്, ഫീൽ യുവർ ബ്രീത്ത്. നമ്മുടെ ശ്വാസം ഒന്ന് അനുഭവിച്ചറിയാം. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം. ലോകത്തെ ഏറ്റവും വലിയ സുന്ദരനും സുന്ദരിയും ആരാണ്? ആരാണ്? മഞ്ജു. വെരി ഗുഡ്, വെരി ഗുഡ്. അവനവനാണ് അല്ലേ? നമ്മളൊരു ഹൃദയം, നമ്മളുടെ ഓക്കെ. അപ്പൊ എല്ലാവരും അവനവനെ അങ്ങനെ ഇഷ്ടപ്പെടണം. നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു വെറും രോഗികള് മാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതൊരു കുടുംബം പോലെയാണ്, ഒരു കുടുംബം പോലെയാണ്. ഹോസ്പിറ്റലിൽ ഹൃദയമാണെങ്കിൽ ആ ഹൃദയത്തിന്റെ പൾസ് എന്താണ്? ആ ഹൃദയത്തിന്റെ മിടിപ്പ് അവിടുത്തെ ഡോക്ടർമാരാണ് അല്ലേ? ആ മിടിപ്പ്, അതിന്റെ ആ ഹൃദയത്തിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന പൾസ് ആരാണ്? അവിടുത്തെ സിസ്റ്റർമാരും മറ്റു സ്റ്റാഫുകളുമാണ്. ഈ ഹൃദയത്തിൽ ഇതിൽ നോക്കുന്ന രക്തക്കുഴലുകൾ എന്താണ്? അത് നിങ്ങൾ ഇവിടുത്തെ കുടുംബസ്ത്രീകളായിട്ടുള്ള നമ്മുടെ ചേച്ചിമാരാണ്. ഇതിലോടുന്ന രക്തം ഏതാണ്? അതിവിടെ വരുന്ന പേഷ്യൻസ് ആണ് അല്ലേ? ഓക്സിജൻ ആരാണ്? ഓക്സിജൻ ആരാണ്? മറ്റു സ്റ്റാഫുകളാണ്. ഞാൻ പറഞ്ഞ ഒരു ഹൃദയം പോലെ മിടിക്കുന്ന ജീവനുറ്റ ഒരു കുടുംബം പോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെ ഹോസ്പിറ്റലിന് മുമ്പ് കടന്നുപോയ ലിജി എന്ന് പറഞ്ഞ ഫാർമസിസ്റ്റ്, അവളെ അമ്മക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോ ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് പോര്, നമ്മൾ ഈ കുടുംബത്തിലേക്ക് വന്നോ, നിന്നെ നന്നായി പരിചരിക്കാൻ വനിതാ മാഡവും സജിനി മാഡവും അവിടുത്തെ സ്റ്റാഫുകളും ഇവിടുത്തെ സ്റ്റാഫുകൾ ഇവിടെ ഉണ്ടാവും, അവിടെ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോ എന്ന് പറഞ്ഞു. അവര് വലിയൊരു ഹോസ്പിറ്റലിൽ പോകാൻ നിന്നതാ. എന്നോട് ചോദിച്ചു ഞാൻ എവിടെ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞ് അവിടെ പോയിട്ട് ഏറ്റവും നൂതനമായിട്ടുള്ള ലേറ്റസ്റ്റ് സർജറി ചെയ്യാം. ഞാൻ പറഞ്ഞു, മോളു അത്ര നൂതനമായ സർജറി ഒന്നും ചെയ്താൽ അത് ഗർഭപാത്രം എടുത്തു കളയേണ്ട ഒരു സർജറിയാണ്, അത് എടുത്തു കളഞ്ഞാൽ വിജയിക്കില്ല. നീ ഇങ്ങോട്ട് പോര്, നിനക്ക് നല്ല അടിപൊളിയായിട്ട് മാഡം ഒന്ന് സർജറി ചെയ്തു തരും, ലോകത്തെ ഏറ്റവും വലിയ സർജൻ ചെയ്യുന്നേക്കാളും അടിപൊളിയായി ചെയ്തു വരും എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഇവിടെ വന്നു. വളരെ ചെറിയൊരു ബില്ലേ ആയിട്ടുള്ളൂ, മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു ബില്ല്. അപ്പൊ പോകാൻ നേരത്തെ ഞാൻ പിന്നീട് അവരവിടെ എത്തിയതിനു ശേഷം ഞാൻ ചോദിച്ചു, ലിജി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നിങ്ങൾക്ക് വളരെ നല്ല സർവീസ് ആയിരുന്നു, റൂം അടിപൊളിയായിരുന്നു. നമ്മുടെ റൂം പുതിയത് ഉണ്ടാക്കിയതാണല്ലോ, റൂം അടിപൊളിയായിരുന്നു, സ്റ്റാഫുകളുടെയും മാഡന്മാരുടെയും ഒക്കെ പ്രകടനം, അവരുടെ പെരുമാറ്റം അടിപൊളിയായിരുന്നു. അമ്മ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. അത് തന്നെയാണ് ഈ ഹൃദയത്തിന്റെ മിടിപ്പായി, ഓക്സിജനായി നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അതാണ് പറയുന്നത്, ആശുപത്രി എന്ന് പറയുമ്പോൾ അതൊരു കേവലം രോഗികൾ വന്നു പോകുന്ന ഒരു സ്ഥാപനമല്ല, അതൊരു കുടുംബം പോലെയാണ്.
മനസ്സിലായില്ലേ? നമ്മൾ തീരുമാനിക്കുക. ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഇപ്പൊ ഫാർമസിയിലെ 2 പ്രത്യേക സ്റ്റാഫുകളുണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് നിർത്തോ എന്ന് ചോദിക്കണ്ട, നമ്മൾ നിർത്താൻ പോകുന്നില്ല. ഓക്കെ ഓക്കെ, ഷർഹാൻ വരൂ, കമോൺ. ഷർഹാൻ ഇവിടെ വരൂ. ഷർഹാൻ കമോൺ. നമുക്ക് ഈ ഒരാഴ്ച നമ്മുടെ ആശുപത്രിയിൽ നിന്നുണ്ടായ നല്ലൊരു അനുഭവം, ഒരു ഫാർമസിയിലെ ചീഫ് ഹെഡ് എന്ന നിലയിൽ എന്താണ് ഈ ഒരാഴ്ച ഉണ്ടായ നല്ലൊരു അനുഭവം? പറയൂ. ഈ ഒരാഴ്ച നിനക്കുണ്ടായ നല്ലൊരു അനുഭവം, എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. അല്ല, അതൊക്കെ അത് രോഗി, അത് ഇവിടുത്തെ സ്റ്റാഫുകളുടെ നിനക്ക് പേഷ്യൻസിന്റെ ഇടയിൽ നിന്നുണ്ടായ നല്ലൊരു അനുഭവം പറയൂ. അല്ല, ഉണ്ടാവണം എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയൂ. ഒരു പ്ലസന്റ് ആയിട്ടുള്ള, എല്ലാവരുടെ അടുത്തും നല്ല അനുഭവങ്ങളാണ്. ഓക്കെ, എല്ലാവരുടെ അടുത്തും അടിപൊളിയാണ്. ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുക്കൂ. ഇനി ലാബിൽ നിന്ന് ഒരു സ്റ്റാഫ് വന്നിട്ട് സബി വരുവാണ്. കമോൺ സബി, കമോൺ, ഡോണ്ട് വറി, കമോൺ. ലാബിൽ നിന്ന് പലപ്പോഴും പല സ്റ്റാഫുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പല പേഷ്യൻസും ആ സിസ്റ്റർ കുത്തിയാൽ വേദന ഉണ്ടാവില്ല, നല്ല അടിപൊളിയാണ് എന്ന് പറയും. ഇതുപോലുള്ള ഒരു അനുഭവങ്ങൾ പറയും. എന്താണ് ഈ ഒരാഴ്ച നീ ലാബിൽ നിന്ന് രക്തം എടുത്തപ്പോണ്ടായ അനുഭവം പറയും. അങ്ങനെ പറഞ്ഞോ? ഒരു ക്ലാപ്പ് കൊടുക്കൂ. ഇനി അടുത്തതായിട്ട് നമ്മളെ റംല ഫാർമസി, കമോൺ. ഇനി തക്കമ്മ സിസ്റ്റർ, നമ്മുടെ സീനിയർ മോസ്റ്റ് ആൻഡ് യങ് സിസ്റ്റർ, കമോൺ, ഡോണ്ട് വറി, കമോൺ. തങ്കമ്മ സിസ്റ്റർക്ക് എല്ലാവരും പ്രത്യേകം ക്ലാപ്പ് കൊടുക്കൂ. ഒരു മാതാവിനെ സ്നേഹിച്ച്, മാതാവിനെ വിശ്വസിച്ചില്ലേ, വളരെ നല്ല ഒരു, വളരെ ഹൃദയപൂർവ്വം രോഗിയോട് പെരുമാറുന്ന സിസ്റ്റർ. ഈ ആഴ്ച ഉണ്ടായ അനുഭവം പറയും. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേരള ദിനത്തിന്റെ ആശംസകൾ. ഓക്കെ, താങ്ക് യു. പിന്നെ ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു യാത്ര പോയിട്ട് വന്നതാണ്. ദുബായ് യാത്ര പോയിട്ട് ഇന്നലെ വൈകിട്ട് എത്തിയതേ ഉള്ളൂ. നല്ലൊരു അനുഭവമായിരുന്നു. ഈ ഒരു അനുഭവം ഫ്ലൈറ്റിൽ ആദ്യം ചേർന്നതാണ്. ഓക്കെ, പേടി തോന്നിയോ? തോന്നിയില്ല. ഈ ഒരു അനുഭവം നിങ്ങൾക്ക് നൽകിയ പോസിറ്റീവ് എനർജി എന്താണ്? ഇത് ഈ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനോടും സ്റ്റാഫുകളോടൊക്കെ പെരുമാറാൻ ഉപകാരപ്പെടും. യെസ്, വെരി ഗുഡ്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ടൂർ പോകണം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. പറഞ്ഞോളൂ. അങ്ങനെ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവ സമ്പന്നമായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നൽകാന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഓരോ മനുഷ്യനും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു 5 മിനിറ്റ് അല്ല 2 മിനിറ്റ് ആയിരിക്കും. നിങ്ങളെ മൈൻഡ് പെട്ടെന്ന് റീസെറ്റ് ചെയ്യാം. ഈ മനുഷ്യൻ എൻ്റെ ജീവിതത്തിലോട്ട് വന്നിട്ട് ഈ ഒരു നിമിഷം, ആ ഒരു നിമിഷത്തിൽ നിങ്ങളും അവരും മാത്രമേ ഈ ലോകത്തുള്ളൂ. എനിക്ക് എത്രമാത്രം പ്ലസന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ വരികയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലയിൽ അപ്പുറത്തെ കാമുകനെ കുറിച്ചുള്ള ചിന്ത, ഇപ്പുറത്തെ മറ്റേ ചിന്തകളൊക്കെ ആയി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താകും, ആ മുമ്പിലുള്ള പേഷ്യന്റിലേക്ക് നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും അറ്റൻഷൻ കൊടുക്കുക. നിങ്ങൾ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക, അവരെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു നിമിഷം എന്റെ ജീവിതത്തിന് വീണ് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്പത്താണ്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടിയാൽ എന്ത് ചെയ്യും? 1 ലക്ഷം രൂപ കിട്ടിയാൽ എന്ത് ചെയ്യും? സജിനി ഡോക്ടർ പറയൂ. 1 ലക്ഷം രൂപ കിട്ടിയാൽ എന്ത് ചെയ്യും? മഞ്ജു എന്ത് ചെയ്യും? പറയൂ. സിസ്റ്റർ എന്ത് പറയൂ? എന്ത് ചെയ്യും? 1 ലക്ഷം രൂപ കിട്ടിയാൽ വെറുതെ കളഞ്ഞു കുടിക്കില്ലല്ലോ നമ്മള്. അതുപോലെ 1 ലക്ഷത്തെക്കാളും വാല്യൂ ആണ് നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാനൊക്കെ എന്താ ചെയ്യാറെന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ ഇവിടെ കിടന്നപ്പോ ഒരു 10 മിനിറ്റ് എനിക്ക് വീണ് കിട്ടി. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു, എന്തപ്പോ ഞാൻ ചെയ്യാൻ വേഗം എനിക്ക് ഇന്ന് ഇടേണ്ട എമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് വേഗം ഞാൻ വിചാരിച്ചു, എനിക്ക് ഇറക്കത്തിന്റെ ഒരു കുറവുണ്ട്, ഈ 10 മിനിറ്റ് ഞാൻ ഉറങ്ങാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് വിചാരിച്ചു. അവിടെ പോയി കിടന്നുറങ്ങി നല്ല സുഖമായിട്ട് കിടന്നു. അതുകൊണ്ട് ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ട് നിങ്ങളോട് കത്തിയടിക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിലായി, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ മുമ്പിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ഫുള്ള് അതിലേക്ക് കൊടുക്കണം, 100% അറ്റൻഷൻ അതിലേക്ക് കൊടുക്കണം. അപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം അതാണ്. തലന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പല സ്റ്റോറികളും ഉണ്ടാവും.
പല പല സ്റ്റോറികൾ ഉണ്ടാവും. ആ സ്റ്റോറി ഒക്കെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് തന്നെ നമ്മൾ അറ്റൻഷൻ കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓക്കെ, നമ്മുടെ ദേവൻജി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഓക്കെ, ദേവൻജി ഒരുപാട് ഗിഫ്റ്റുകളുമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്തുകൊണ്ട് നല്ല ഒരു പ്രസന്റേഷൻ നമ്മുടെ മാനേജർ ദേവൻജി, എന്താണ് ഈ ആഴ്ച നമുക്ക് നിങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ നല്ലൊരു അനുഭവം പറയൂ. ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഓക്കെ, എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്ക് നന്നായിട്ടുള്ള ഒരു ചിരി നമ്മൾ എല്ലാവർക്കും സമ്മാനിക്കാൻ പറ്റണം. ഏതായാലും ഇപ്പൊ ഇവിടെ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചിരി പരസ്പരം എല്ലാവരും ഒരു റോസാപ്പൂ വിതറുന്ന പോലെ നിങ്ങളുടെ ചിരികൾ ഇങ്ങനെ വിതർന്നു വരട്ടെ. നസി, ചിരിക്കൂ, ചിരിക്കൂ, ചിരിക്കൂ. നമുക്ക് വേണമെങ്കിൽ എന്നാലും പ്രത്യേകിച്ച് സിസ്റ്റർമാർ പറഞ്ഞിരുന്നു നമുക്ക് ലാഫ്റ്റർ യോഗ ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു ഇഞ്ചക്ഷൻ ലാഫ്റ്റർ യോഗയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇഞ്ചക്ഷൻ ലാഫ്റ്റർ യോഗ. എല്ലാവരും ഒരു സിറിഞ്ച് കയ്യിലെടുക്കൂ, എടുക്കൂ. സിറിഞ്ച് എടുത്തു. നമ്മുടെ വായുവിൽ നിന്ന് നമ്മള് ചിരിയെ ഇങ്ങോട്ട് എടുക്കുകയാണ്. എടുക്കൂ, ചിരി എടുക്കുന്നു. ഇനി നമ്മൾ അത് പേഷ്യൻസിന്റെ സ്നേഹത്തിന്റെ നമ്മൾ സ്നേഹത്തിന്റെ ഇത് ഇഞ്ചക്ഷൻ വെക്കാൻ പോവുകയാണ്. ഓക്കെ, വെക്കൂ. ഓക്കെ, ഒരിക്കലും ചിരിക്കാത്തവരെ ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലാപ്പ് എടുക്കൂ. ജീവിതത്തിൽ ചിരിക്കാൻ മറന്നവർ പോലും ചിരിക്കുന്നു. ഈ ചിരിയാണ് നമ്മൾ പേഷ്യൻസിന് സമ്മാനിക്കേണ്ടത്. നിങ്ങളൊരു രോഗിക്ക് കൊടുക്കുന്ന മരുന്നോ ഗുളികയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ മാത്രമല്ല, അവർക്ക് കൊടുക്കുന്ന സ്നേഹം, കാരുണ്യ, ദയ, ഇതെല്ലാം ഒരു ഹീലിംഗിന്റെ പാർട്ടാണ്. അതെപ്പോഴും മനസ്സിലാക്കാം. നമ്മൾ അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. നമ്മൾ ഏറ്റവും നല്ല ഒരു ബന്ധുവിനോട് പെരുമാറുന്നത് പോലെ അവരോട് പെരുമാറണം. ഓക്കെ, അതിലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഒന്നുകൂടി ചിരിക്കാം. നമ്മൾ ജീവിതത്തിൽ ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് കൊണ്ട് വീണ്ടും നമ്മളൊന്ന് ചിരിക്കുകയാണ്. ഒരു 1 മീറ്റർ ലാഫ്റ്റർ യോഗ കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ടൈലർമാര് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഇത് എടുക്കല്? ഇങ്ങനെ അളന്നെടുക്കൂല്ലേ 1 മീറ്റർ. അപ്പൊ നമ്മളൊരു 1 മീറ്റർ ലാഫ്റ്റർ യോഗ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് ഇവിടെ വേണ്ടി ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാഫുകളോട് വന്നിട്ടുണ്ട്. ഫിദ, കമോൺ 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 കമോൺ. വിസ്മയ, കമോൺ കമോൺ. കാഷ്വാലിറ്റി ഈ ആഴ്ച ഉണ്ടായ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും വന്നോളൂ. വരൂ. അവരവിടെ തിരക്കിലാണ്, അതുകൊണ്ട് പറയുന്നില്ല. അവർ 1 മീറ്റർ ലാഫ്റ്റർ യോഗ ചെയ്തുകൊണ്ട് ഞാനിതിവിടെ സമാപനം കുറിക്കുകയാണ്. പലർക്കും കോട്ടുവായ ഇടാതൊക്കെ തോന്നുന്നുണ്ട്. ചിരിച്ച് കോട്ടുവായ ഇടാം. ഓക്കെ, ബോറടിക്കുമ്പോൾ നമ്മൾ ചിരിച്ച് കോട്ടുവായ 1 മീറ്റർ ലാഫ്റ്റർ യോഗ ചെയ്യണം. ഓക്കെ, അതൊരു 1 മീറ്റർ കൊണ്ട് അളന്നെടുത്തോളൂ. ഇതെന്താണ് ചിരിക്കാത്തത്? ചിരിക്കൂ. 1 മീറ്റർ ദേവജി എടുക്കേ. 1 മീറ്റർ ആണെന്നെടുക്കി. എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പ് 1 മിനിറ്റ് കണ്ണാടിയിൽ നോക്കിയിട്ട് ചിരി അഭ്യസിച്ചിട്ട് വരണം എല്ലാവരും. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് തരാനുള്ള ടാസ്ക് അതാണ്. 2 ആഴ്ച ഇനി 3. ഓക്കെ, നീ റെഡിയല്ലേ? കമോൺ കമോൺ. എനിക്ക് എന്തൊക്കെ പറയണുണ്ടല്ലോ. വാ, കമോൺ. എന്നോട് വാ. ചിരിച്ചാൽ നമുക്ക് എന്താണെന്ന് അറിയാം. നമ്മൾ ചിരി അഭ്യസിച്ചിട്ട് ചിരി സ്റ്റോക്ക് ചെയ്ത് പോരണം. ഏതായാലും ഇനി കുറച്ചുകൂടിയും നമ്മുടെ രജിസ്റ്റർ ഡോക്ടർ മാഡൊക്കെ വരാൻ കുറച്ചുകൂടി സമയം വൈകുന്നുണ്ട്. നമുക്ക് പാട്ട് പാടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷർഹാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കമോൺ ഷർഹാൻ. ഷാറൂഖ്, കമോൺ, ഒരു പാട്ട് പാടൂ. അല്ലെങ്കിൽ നമുക്ക് ഇവരൊക്കെ വന്നിട്ടില്ല. കവിയത്രി എത്തിയിട്ടില്ല. ഓക്കെ, കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്നുള്ള കവിത എഴുതിയ ഒരു കവിയത്രി ഇവിടെ ഉണ്ട്. ഇനി ആരാണ്? ചേച്ചി ഷാറു വന്ന് പാടും. ഷാറു മനോഹരമായ പാട്ട് പാടും. രാവിലെ കേരളപ്പിറവി ദിവസം പ്രമാണിച്ച് നമ്മുടെ കേരളത്തിന്റെ തനത് ഇതിനൊക്കെ പറഞ്ഞുകൊണ്ട് ഷാറു ഒരു പാട്ട് പാടും. കമോൺ. അതായത് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഓക്കെ, പോരായ്മകളും വിമർശനങ്ങളും ഒക്കെ ശരിക്കും പറയണം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പറയണം. പ്രശ്നങ്ങൾ പറയാതിരിക്കലല്ല, പ്രശ്നങ്ങൾ പറയൽ ജീവിതത്തിന്റെ ഭാഗമാണ്.
അതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക, പരിവർത്തനങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ബൈ.